ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വന്നിട്ടുള്ള മേജർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, പുതിയ ഇൻകം ടാക്സ് ആക്ട് വന്നിട്ടുണ്ട്. 1 April 2026 തൊട്ടിട്ടാണ് അത് അപ്ലിക്കബിൾ ആയിട്ട് തുടങ്ങാൻ പോകുന്നത്. അതുപോലെ തന്നെ ബിലേറ്റഡ് റിട്ടേൺ, റിവൈസ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാൻ നമുക്ക് ഇതുവരെ നിലവിൽ 31 December ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. പക്ഷെ അത് 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 31 March മാറ്റിയിട്ടുണ്ട്. പക്ഷെ ബിലേറ്റഡ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന ഫൈൻ 1000 രൂപ മുതൽ 5000 രൂപ വരെ ഫൈൻ ഉണ്ട്. അതിനൊന്നും ഒരു മാറ്റമില്ല. ഇനി നോർമലി ഒരു സാലറി ഇൻകം ഉള്ള ഒരാൾക്കൊക്കെ 31 July ആണ് ITR റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതിന് ഇപ്പോഴും മാറ്റമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ ആ 31 July എന്നുള്ളത് 31 August ഒരു മാസം കൂടി കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഷെയർ മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നു. ഷെയർ റിലേറ്റഡ് ആയിട്ട് ഇൻകം ടാക്സിൽ വന്നിട്ടുള്ള ഒരു മേജർ ചേഞ്ചസ് ആണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന് നമ്മളെ STT ഏകദേശം ഡബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും പാനിക്കായിട്ട് കുറേ സെയിൽ നടന്ന് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് അത്യാവശ്യം ഡൗൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിന്റെ ബേസിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ ഷെയർസും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും സെല് ചെയ്യുമ്പോഴും STT ഡബിൾ ആക്കിയിട്ടില്ല. ഓൺലി ഫോർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഓൺലി.